ആഭാരവർദ്ധൻ ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം. വരാഹാവതാരമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന 2-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായമാണ് വരാഹാവതാരം. കശ്യപൻ മരീചിയുടെ പുത്രൻ കശ്യപനും ദിതിയും വിവാഹിതരായി എന്ന് നമുക്കറിയാം. അദ്ദേഹം നല്ലൊരു സന്യാസിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യാസമയത്ത് ദിതി കശ്യപൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് രാസക്രീഡകൾ ചെയ്യാൻ വളരെ തോന്നുന്നു ഈ സമയം. അപ്പോൾ അദ്ദേഹം സന്ധ്യാവന്ദനം കഴിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയേ, ഇത് തെറ്റാണ്, ഇത് ദൈവത്തിനെ ആരാധിക്കേണ്ട സമയമാണ്, ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം നടത്തേണ്ട ഒരു സമയമല്ല എന്ന് പറഞ്ഞു ദിതിയെ വിലക്കി. പക്ഷേ ദിതി അത് കേട്ടില്ല. അവർ സഹിക്കാൻ വയ്യാത്ത ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ കെട്ടിപ്പണന്നു. അദ്ദേഹവും അതിന് അടിമയായി. അങ്ങനെ അവർക്ക് ആ സമയത്താണ് അവർക്ക് ഒരു പുത്രനുണ്ടായി, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ഇവർ ജനിക്കാൻ കാരണം എന്താണ് നമുക്കറിയാം. അങ്ങനെ ഇവർ ഈ സ്ത്രീ ദിതി ഗർഭിണിയായിരുന്ന സമയത്ത് വയറ് ഭയങ്കരമായി വീർത്തിരുന്നു. സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്നതിനേക്കാളും ഭയങ്കരമായി വീർത്തിരുന്നു. ഇതെല്ലാം കണ്ട സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി ഭയന്ന് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ഇതെന്താ അത് കാരണം? ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഒരു സ്ത്രീയുടെ വയറ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ്, ഒരിക്കൽ സനകാദികൾ, അതായത് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടി സനകാദികളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യം വീണ്ടും പറയുന്നില്ല. ഈ സനകാദികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തേക്ക് പോയി. അവിടെ 2 കാവൽക്കാരുണ്ടായിരുന്നു, ജയൻ, വിജയൻ. അവൻ വൈകുണ്ഠയ്ക്ക് അകത്തു പോകാനുള്ള സനകാദികൾ അകത്തു പോകുന്നതിനെ അവർ തടുത്തു. പക്ഷേ ഈ സനകാദികൾക്ക് എപ്പോഴും വൈകുണ്ഠത്തിൽ പോകാമായിരുന്നു. അവർക്ക് മാത്രമേ അവിടെ പെർമിഷൻ ഉള്ളൂ. ഈ വിവരം ഇവർക്കറിയില്ല. ഇവർക്കറിയില്ല എന്നുള്ള വിവരം സനകാദികൾക്കും അറിയില്ല. അപ്പോൾ അവർ ഉടനെ അവർക്കൊരു ശാപം കൊടുത്തു, നിങ്ങൾ അസുരന്മാരായി ഭൂമിയിൽ പിറക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. അവർ പോവുകയും ചെയ്തു. ഈ ജയവീരന്മാർ ഉടനെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞു, ഞങ്ങൾ ചെയ്തത് തെറ്റല്ല, ഞങ്ങളുടെ കർമ്മം മാത്രമാണ്, ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ആരും വരാതിരിക്കാനും ഒക്കെ നോക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങളത് ചെയ്തു എന്നേ ഉള്ളൂ. ഭഗവാൻ എല്ലാ ലീലകളും അറിയാം. അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, അതിന് വഴിയുണ്ട്. പക്ഷേ ശാപത്തിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം ഈ കാലത്ത് തെറ്റ് ചെയ്താൽ ഒരു സസ്പെൻഷൻ, പിന്നെ പെൻഡിങ് എൻക്വയറി കൊടുക്കാൻ തിരിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയല്ലേ പതിവ്. പക്ഷെ ആ കാലത്ത് അങ്ങനെയല്ല. ശിക്ഷ, തെറ്റ് ചെയ്തതിന് ശിക്ഷ ഉടനെ കൊടുക്കുക എന്നതാണ് അന്നത്തെ സിസ്റ്റം. അതനുസരിച്ചാണ് അവർ ശപിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പിന്നെ രണ്ടാമത് ഇവരെന്താ ചോദിച്ചാൽ ഭഗവാനാൽ നേരിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത ആൾക്കാരാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് മഹാവിഷ്ണു സ്വന്തമായി കാവൽക്കാരെ നിർത്തിയതാണ്. പിൻവാതിൽ കൂടെ കയറിയതൊന്നുമല്ല, ഇവർ നേരിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർ എല്ലാം കൊണ്ടും ഇതിന് അർഹരാണ്. ഏത് ശാപത്തിനല്ല, ശാപമോക്ഷത്തിന് അർഹരാണ്. അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവരുടെ കർമ്മം മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, അത് തിരിച്ചെടുക്കാൻ പറ്റും, സസ്പെൻഷൻ തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇവിടെ ഡിസ്മിസേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, 3 ജന്മം നിങ്ങൾ ഭൂമിയിൽ അസുരന്മാരായി ജനിക്കും. ഈ 3 ജന്മവും എൻ്റെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ മൃതിയടയും. അതിനുശേഷം എന്നിൽ തന്നെ വന്നു ചേരും എന്ന് പറഞ്ഞ് അവരെ ആശീർവദിച്ചു. അങ്ങനെ അതാണ് ഈ ദിതിയുടെ ഗർഭത്തിൽ ഇത്രയധികം വലിപ്പം കാണാനുള്ള കാരണം. അങ്ങനെ ആ സംശയം തന്നു. ദിതി പ്രസവിച്ച സമയത്ത് 2 അസുര കുട്ടികളാണ്. അത് അങ്ങനെയാണല്ലോ സംഭവിച്ചത്, വരം കെടുത്തിയിരിക്കുന്നത്. ആ അസുര കുട്ടികളായിരിക്കുന്ന ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. അതാണ് ജയവിജയന്മാരുടെ ആദ്യത്തെ ഭൂമിയിലെ അസുര അവതാരങ്ങൾ. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു.
ഇനിയും 2 ഉണ്ട് കേട്ടോ. അതാത് സന്ദർഭങ്ങളിൽ ഞാൻ പറയാം. ഇപ്പം തന്നെ പറഞ്ഞാൽ എല്ലാം കൂടി കശപിശയാവും, അന്ന് ഓർമ്മ വയ്ക്കാൻ പറ്റില്ല. ഇത് നമുക്ക് പറയാം. ഈ ഹിരണ്യാക്ഷനും ഈ ഹിരണ്യേശും അവർ എല്ലാ അട്ടഹാസങ്ങളും തുടങ്ങി, ദേവന്മാർ ഇത് തുടങ്ങി, ശ്രീവിടകം തുടങ്ങി, എല്ലാവിധവും ഇതും തുടങ്ങി ഹിരണ്യാക്ഷൻ. അദ്ദേഹം ഒടുവിൽ ആരെയും കിട്ടിയില്ലെന്നോ എല്ലാ ദേവന്മാരെയും, അതായത് പാതാളം 14 ലോകത്തെയും കീഴടക്കാനുള്ള എല്ലാ ഇതും ചെയ്തു, എല്ലാവരെയും ആക്രമിച്ചു. ഒടുവിൽ ആരെയും കിട്ടാതായ സമയത്ത് ഭൂമിദേവിയാണ് കിട്ടിയത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഭൂമിദേവിയെ അങ്ങോട്ട് പൊക്കി സമുദ്രത്തിൽ താണുപോയി. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ എല്ലാം നിലച്ചു. ദേവന്മാരൊക്കെ പേടിച്ചു. എല്ലാം ഒന്നുമില്ലാതായല്ലോ. എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അകത്ത് പോയി, എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ഭൂമിദേവി ഇങ്ങനെ പോയി കഴിഞ്ഞു, ഒരു രാക്ഷസൻ്റെ കാരണം പോയി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പേടിക്കേണ്ട, അതിന് വഴി ഉണ്ടാക്കാം. അങ്ങനെ ചർച്ച ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ്റെ മൂക്കിൽ കൂടെ ചെറിയ ചെറുവിരലിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള വരാഹൻ്റെ രൂപത്തിൽ വരാഹമൂർത്തി മൂക്കിൽ കൂടെ അങ്ങോട്ട് ചാടി ഭൂമിയിൽ വീണ ഉടനെ അദ്ദേഹം ആകാശവും ഭൂമിയും തൊടത്തക്ക വിധത്തിലുള്ള അത്രയും വലിയൊരു രൂപമായി തീർന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ദേവന്മാരെല്ലാവരും വരച്ചു കഴിഞ്ഞു, എല്ലാവരും പേടിച്ച് വരച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം നിന്നില്ല, നേരെ ഒരൊറ്റ ചാട്ടമാണ് സമുദ്രത്തിലേക്ക്. ഈ ചാട്ടത്തിൽ നിന്ന് സമുദ്രത്തിൽ വീണ വെള്ളം ആകാശം വരെ പൊങ്ങിയെന്നാണ് പറയണം. കടലിൽ അദ്ദേഹം ചാടിയ വെള്ളം ആകാശം വരെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഗർജനം കേട്ടിട്ട് 14 ലോകവും വിറച്ചു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ദേവേന്ദ്രൻ അവിടെ സിംഹാസനത്തിൽ നിന്ന് തലകീഴായി വീണു അത്രേ. അതായത് അത്രയും ഗംഭീരമായ ശബ്ദം അലർച്ചയോടുകൂടി അദ്ദേഹം വരാഹമൂർത്തിയുടെ രൂപത്തിൽ തേറ്റയും കൊമ്പും കൊണ്ട് കണ്ടാൽ തന്നെ ഭയങ്കരമായിരിക്കും. ആ രൂപം എടുത്തുകൊണ്ട് അദ്ദേഹം കടലിൽ ചാടി. അവിടെ എല്ലാ സ്ഥലവും നോക്കി, എവിടെയും കണ്ടില്ല. ഈ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിദേവിയും കൊണ്ട് നേരെ പാതാളത്തേക്ക് കിടന്നിരിക്കണം. അപ്പോൾ ഭഗവാൻ എല്ലാ സമുദ്രം മുഴുവൻ തിരഞ്ഞു, എല്ലാ കോണികളും തിരഞ്ഞു, കിട്ടിയില്ല. ഒടുവിൽ പാതാളത്ത് പോയ സമയത്ത് അവിടെ കണ്ട കാഴ്ച ഭൂമിദേവി മാത്രമായിരുന്നു. ഇയാളെ കണ്ടില്ല, ഇയാൾ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്തു? തൻ്റെ കൊമ്പിൽ ഭൂമിദേവിയെ പൊക്കി. ഇത് ഒളിഞ്ഞിരുന്ന് ഹിരണ്യാക്ഷൻ കണ്ടു. ഉടനെ അദ്ദേഹം, ഓഹോ, ഇതാണോ ഈ കൊച്ചു മൃഗമാണോ എൻ്റെ അടുത്ത് വരാൻ പോണേ? ഞാൻ 14 ലോകവും വിറപ്പിച്ച ആളാണ്, ഇയാളെ എനിക്ക് ഒന്നുമല്ല എന്ന വിചാരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോയി. ഇയാൾക്ക് വല്ല വിവരമുണ്ടോ? ആരാണെന്ന് അറിയോ? ഒന്നുമില്ല, കേവലം ഒരു മൃഗമാണെന്നാണ് വിചാരം. അവിടെ ഞങ്ങളുടെ ഗംഭീരം, 2 പേരും തമ്മിൽ യുദ്ധം നടന്നു. വളരെ കാലം നടന്നു കേട്ടോ. യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാന്റെ ഗത തെറിച്ചു പോകും. അയാൾ ഹിരണ്യാക്ഷൻ ഗത കൊണ്ടടിച്ച് തെറിച്ചു പോകും. കൗമോദകം എന്നാണ് അതിൻ്റെ ഗതയുടെ പേര്. ഭഗവാന്റെ ഗതയുടെ പേരെന്താണ്? കൗമോദകം. കൗമോദകം എന്ന ഗത കയ്യിൽ നിന്ന് തെറിച്ചു പോകും. ഭഗവാന് കൂടുതൽ ക്രോധം വന്നു. ഉടനെ മല്ലയുദ്ധം ചെയ്തു. മല്ലയുദ്ധം ഭയങ്കരമായി ചെയ്ത് ഒടുവിൽ തൻ്റെ തേറ്റ കൊണ്ട് ഹിരണ്യാക്ഷനെ 2 കഷ്ണമാക്കി. ആ സമയത്ത് കടൽ മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. നീലക്കടലായ ആ കടലിൻ്റെ നിറം രക്തത്തിൻ്റെ നിറമായി മാറി എന്നാണ് പറയുന്നത്. ഇതെല്ലാം കണ്ട സമയത്ത് തന്നെ എല്ലാവരും ഭയങ്കരമായി വരച്ചു കഴിഞ്ഞു. അങ്ങനെ ഹിരണ്യാക്ഷനെ ഭഗവാൻ കൊന്നു. അതാണ് വരാഹ അവതാരം എന്ന് പറയുന്നത്. ഒടുവിൽ തൻ്റെ തീറ്റ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടഞ്ഞ സമയത്ത് അവിടെ ഇവിടെയൊക്കെ വീണു. അതാണ് ദർഭ. ഭൂമിയിൽ വളരുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ തീറ്റയാണ്. ഇനി വേറെ ഒന്നുകൂടി ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ചാട്ടത്തിലും ഭൂമിദേവിയെ തൻ്റെ കൊമ്പിൽ എടുത്തതും കൊണ്ടിൻ്റെ ഫലമായി, ഭൂമിദേവി അവർ സ്പർശിച്ചതിൻ്റെ ഫലമായി അവർക്കൊരു പുത്രനുണ്ടായി. അതാണ് താരകാസുരൻ. അത് ഞാൻ പിന്നീട് ആ സന്ദർഭം വരുമ്പോൾ പറയാം. താരകാസുരൻ
ആ സന്ദർഭം വരുമ്പോൾ പറയാം. അങ്ങനെ ഭഗവാൻ ഭൂമിയെ എടുത്ത് രക്ഷിച്ച് ആ സമയത്ത് ദേവന്മാരെല്ലാം ദേവലോകത്തുനിന്ന് പുഷ്പാർച്ചനകൾ വെച്ചു, ഗംഭീരമായ വാദ്യവർദ്ധങ്ങൾ വെച്ചു. ശിവനും പാർവതിയും പ്രത്യക്ഷമായി, ബ്രഹ്മാവുണ്ടായിരുന്നു. എല്ലാവരും അവിടെ വന്നു, അവരെ തൊഴുതുകൊണ്ടു ആദരിച്ചുകൊണ്ടും നിന്നു. ഇനി നമ്മൾ അജാമള മോക്ഷത്തേക്ക് അടുത്ത് പോകുന്നത്. അപ്പോൾ ഇത്രത്തോളം പറഞ്ഞു. നമസ്കാരം, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കലിയുഗത്തിൽ നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യവും ചെറിയ കാര്യവും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുക. നമസ്കാരം. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം.